സർക്കാരിന്റെ കൂടെ എന്ന് പറഞ്ഞ അന്തസ്സുണ്ടായിരുന്നു. ഇതിപ്പോ ദേ വന്ന് നാലുപ്പ് വാറ്റുകാരെ മോഷ്ടിക്കണമെന്നു. എന്റെ സർക്കാരെ തുറന്നു പറഞ്ഞൊന്നും വിചാരിക്കരുത്. ഇതുപോലത്തെ ഒരു വൃത്തികെട്ട മോഷണം എന്റെ ജീവിതത്തിൽ ആദ്യമാണ്. മോഷണത്തിൽ അന്തസ്സില്ലേ? ഞാൻ പോകില്ല, ഒരു മിസ് പറഞ്ഞോട്. നോക്കി നിൽക്കാതെ പോയി സാധനം പൊക്കി കൊണ്ടുപോടാ. സർക്കാരെ ഈ സാധനം തേരട്ടിട്ട് വാറ്റിയത് വേണോ ബാറ്ററി ഇട്ട് വാറ്റി വേണോ? നവസാരിട്ട് വാറ്റിയത്. എന്തായാലും എന്താ, മദ്യം ഏതായാലും മനുഷ്യൻ നന്നായി മതിയെന്നാണല്ലോ ഡൽഹിയിൽ നിന്നും പ്രശാന്ത് രഘുവംശം പറഞ്ഞിരിക്കുന്നത്. ആ വണ്ടി നിന്നെ പോലെ നിൽക്കും തീയാണ്. എന്റെ സർക്കാരിന്റെ കൂടെ കൂടിയ പിന്നെ പഴയതുപോലെ മോട്ടിക്കേണ്ടി വരില്ലെന്നാ ഞാൻ കരുതിയത്. ഇത്രയും കമ്പി മതിയാ? തൽക്കാലത്ത് നമ്മുടെ കഷ്ടപ്പാട് തീരാൻ ഇത്രയും കമ്പി മതി. കമ്പി കൊണ്ട് എന്നെ കഷ്ടപ്പാട് തീർക്കണത്. എടാ, എന്റെ പറമ്പിൽ നിന്ന് ഒരു കരിയില എടുക്കാനുള്ള അവകാശം പോലും എനിക്ക് ഇല്ലാന്നല്ലേ അവള് പറഞ്ഞത്. ശാപം അവക്കുള്ള പണിയെന്ന് ഞാൻ കൊടുക്കാം. കമ്പി കൊണ്ട് എന്ത് പണി? കമ്പിപ്പണി. ഓ, ഷോക്ക് കൊടുക്കാനായിരിക്കും. നോക്കി നിൽക്കാതെ കേറാമോള്. അല്ല, മോളിൽ കയറാൻ എന്റെ മുകളിലല്ല, തെങ്ങിന്റെ മുകളില്. നീ എന്താ അങ്ങനെ നോക്കണത്? തെങ്ങേ കയറണ നിനക്ക് പുത്തിരിയൊന്നുമില്ലല്ലോ. തെങ്ങേ കയറുന്ന സാധാരണ കള്ളും കൂടെ എടുക്കാനല്ലേ? ഇതിന്റെ മുകളിൽ കള്ളും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചങ്ങ് കേറിയാ മതി. പിടിയില്ലേ, കേറണ മുകളില്.